ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന സമിതി യോഗം ഇന്ന് രാവിലെ AKG സെന്ററിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുകയുണ്ടായി. ഇന്നത്തെ യോഗത്തിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നൊരു പ്രധാനപ്പെട്ട അജണ്ട കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകളുടെ ഒരു അവലോകനമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം മുന്നണിയിൽ ആലോചിച്ചത് കേന്ദ്ര ഗവൺമെൻറ് തുടരുന്ന സാമ്പത്തിക ഉപരോധവും ജനവിരുദ്ധ നയങ്ങളുമാണ്. അതിനെങ്ങനെ പ്രതിരോധിക്കും? കേരളത്തിൻ്റെ ആവശ്യങ്ങൾ എങ്ങനെ പരിഹരിക്കപ്പെടാം? ഈ പ്രശ്നങ്ങളെക്കുറിച്ചെല്ലാം ഇന്നത്തെ യോഗം പ്രാധാന്യം കൊടുത്ത് വിശകലനം ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാനായിട്ടില്ല. പല കാരണങ്ങളും ഈ പ്രശ്നങ്ങളിൽ ഉണ്ടായേക്കാം. അതെല്ലാം സൂക്ഷ്മതലത്തിൽ പരിശോധിക്കുക എന്ന നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കുന്നത്. പരിശോധന ജനങ്ങളിലാണ്, ജനങ്ങളുടെ പ്രതികരണമാണ് വളരെ പ്രധാനം. ജനങ്ങളാണ് വിലയിരുത്തുന്നത്, ജനങ്ങളാണ് ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയോ മുന്നണിയിലെ പാർട്ടികളുടെയോ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നവരുടെയോ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചയോ തെറ്റോ ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ച് തിരുത്തുക എന്ന നിലപാടാണ് ഞങ്ങൾ ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം ചില പ്രധാനപ്പെട്ട സൂചനകൾ നൽകുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടിത്തറ ഭദ്രമാണ്. അടിത്തറ ഭദ്രമായതുകൊണ്ട് തന്നെ കൂടുതൽ മുന്നേറ്റം സൃഷ്ടിക്കാനും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നല്ല നിലയിലുള്ള വിജയം കൈവരിക്കാനും കഴിയും എന്നത് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ പല ഘടകങ്ങളും UDF ഉപയോഗിച്ചിട്ടുണ്ട്. അതിലൊരു പ്രധാന പ്രശ്നം ഞങ്ങൾ കാണുന്നത് ഇവിടെ തെരഞ്ഞെടുപ്പിൽ UDF പരാജയപ്പെട്ടാൽ അത് സംഘപരിവാർ ശക്തികൾക്ക് നേട്ടമുണ്ടാക്കുന്നതിന് കാരണമാകുമെന്ന്. അതുകൊണ്ട് ഒരു കാരണവശാലും UDF തോൽക്കാൻ പാടില്ല. ഈ നില UDF വളരെ വൈകാരികമായി തന്നെ ജനങ്ങളിടയിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ചില തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന മറ്റു ചില നടപടികളും തെരഞ്ഞെടുപ്പ് രംഗത്ത് അവർ സ്വീകരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് വിഴിഞ്ഞം പുനരധിവാസം, JB കമ്മീഷൻ റിപ്പോർട്ട്, ശബരിമല പ്രശ്നങ്ങൾ. ഇതെല്ലാം ഉപയോഗിച്ച് വസ്തുതയ്ക്ക് വിരുദ്ധമായ പ്രചാരണങ്ങൾ കേരള വ്യാപകമായി അവർ സംഘടിപ്പിക്കുന്നുണ്ടായി. തുടർച്ചയായ ഇടതുപക്ഷ ഭരണം തെറ്റായ വഴികളിലൂടെ ഇടപെടാനുള്ള സമ്പന്ന താല്പര്യങ്ങളെ പ്രതിരോധിക്കുന്ന നിലയിലായിരുന്നു. എന്ന് പറഞ്ഞാൽ
സമ്പന്ന താൽപ്പര്യങ്ങൾക്ക് വഴങ്ങാതെ നിലപാടുകൾ സ്വീകരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നിലപാടുകളെ, നടപടികളെ അത്തരം വിഭാഗം വലിയ തോതിൽ എതിർക്കുന്ന നില ഉണ്ടായിട്ടുണ്ട്. ഇതും വിവിധ വിഭാഗങ്ങളിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഘടകമാണ്. ഇത്തരം വിഭാഗങ്ങളെല്ലാം ആളും അർത്ഥവും നൽകി UDF-നെ സഹായിക്കുന്ന അന്തരീക്ഷം കേരള സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ വിദ്യാഭ്യാസ മേഖലയിൽ കൈവരിച്ച നേട്ടം അഭൂതപൂർവമാണ്. ആശുപത്രികളിൽ ലഭ്യമായ ചികിത്സാ സൗകര്യങ്ങൾ, അതും കേരളത്തിൽ എടുത്തു പറയത്തക്കതാണ്. കേരളത്തിലെ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളെല്ലാം കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറി. ഇങ്ങനെ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും കൈവരിച്ചിട്ടുള്ള നേട്ടം ജനങ്ങൾക്ക് വേണ്ടിയാണ്. എന്നാൽ ഈ മേഖലയിലെ സ്ഥാപിത താൽപ്പര്യക്കാർ അവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി ശക്തമായി രംഗത്ത് വന്നിരുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം അവർക്ക് UDF-ന് അനുകൂലമായ സാഹചര്യങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംവിധാനത്തിനെതിരായിട്ടുള്ള നിലപാടുകൾ ഉയർത്തുകയാണ് ചെയ്യേണ്ടത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ജനക്ഷേമ നടപടി, വൻകിട വികസന പദ്ധതികൾ, ഇതെല്ലാം ചേരുന്ന ഭരണ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് പോരായ്മകൾ നേരിടുന്ന സ്ഥിതിവിശേഷമുണ്ടായി. ഉദ്ദേശ രീതിയിൽ ഇത്തരം കാര്യങ്ങൾ ജനങ്ങളിൽ യഥാസമയത്ത് എത്തിക്കുന്ന കാര്യത്തിൽ പോരായ്മ വന്നു എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നത്. ഇതിൻ്റെ എല്ലാം സർക്കാർ നേട്ടങ്ങൾ ഈ രീതിയിൽ ഉയർന്നു നിൽക്കുമ്പോൾ സർക്കാർ നേട്ടങ്ങളെ മറികടക്കാൻ വർഗീയ ധ്രുവീകരണമാണ് UDF-ഉം BJP-യും സ്വീകരിച്ചത് എന്നുള്ളത് കാണാൻ സാധിക്കും. UDF ഒരു കാരണവശാലും പരാജയപ്പെടരുത് എന്ന് വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങൾ ജനങ്ങളിടയിൽ വ്യാപകമായി പ്രചാരവേല നടത്തി അവർ സ്വീകരിക്കുന്ന സമീപനമുണ്ട്. ഇത്തരം നീക്കങ്ങൾക്ക് നമ്മുടെ നാട്ടിലെ ചില മാധ്യമങ്ങൾ വലിയ തോതിൽ പിന്തുണ നൽകിയിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ തിരിച്ചടി ഏൽക്കുന്നതിന് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ പുതിയ വിലയിരുത്തിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയ പ്രവർത്തനങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല ഐക്യത്തോടു കൂടിയാണ് കേരളത്തിൽ പ്രവർത്തിച്ചത്. സംസ്ഥാന തലങ്ങളിലൊന്നും ഒരു ഭിന്നതയും ഉണ്ടായില്ല. എന്നാൽ ചില പഞ്ചായത്തുകളിൽ, ചില പ്രദേശങ്ങളിൽ ചില ഒറ്റപ്പെട്ട പ്രവണതകൾ ഉണ്ടായിട്ടുണ്ട്. അത്തരം പ്രവണതകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോജിപ്പിന് വിരുദ്ധമായ അത്തരം ചില നീക്കങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് ആവശ്യമായ നിലപാടുകൾ ഭാവിയിൽ സ്വീകരിച്ചു മുമ്പോട്ട് പോകണമെന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇത്തരം സ്ഥിതിവിശേഷങ്ങളെല്ലാം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിജീവിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ വിജയം കൈവരിക്കാനാകും എന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യ ആകെ എടുത്തു കഴിഞ്ഞ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മാത്രമാണ് വ്യത്യസ്തമായ ജനങ്ങളുടെയും തൊഴിലാളികളുടെയും പ്രശ്നങ്ങളിൽ വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു മുന്നണി സംവിധാനം. കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഈ രണ്ട് പാർട്ടികളുമാണ് UDF-ലെ പ്രധാനപ്പെട്ട പാർട്ടി. BJP ഇവരെല്ലാം സ്വീകരിക്കുന്ന നിലപാടുകൾ ജനവിരുദ്ധ സമീപനത്തോടുകൂടി ജനങ്ങൾക്കെതിരായ നീക്കങ്ങൾ ശക്തിപ്പെടുത്തുക എന്നതാണ്. ഇന്ത്യയിൽ എല്ലാ വിഭാഗം ആളുകളും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഇന്ന് ലേബർ കോഡിന്റെ പ്രശ്നം.
ലേബർ കോഡിന്റെ പ്രശ്നത്തിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിച്ച നിലപാട് രാജ്യത്തിന് മുന്നിലുള്ള അനുഭവം. പത്രപ്രവർത്തകർ അവരുടെ കൂലിയും അവരുടെ ആനുകൂല്യങ്ങൾക്കും വേണ്ടി ആശ്രയിക്കുന്ന വേജ് ബോർഡ് പോലും നിലനിൽക്കാത്ത നിലയാണ് ഈ ലേബർ കോഡിന്റെ നടപടികളിലൂടെ വരാൻ പോകുന്നത്. എല്ലാ മേഖലകളെയും ബാധിക്കുകയാണ്. തൊഴിൽ സമയം വലിയ തോതിൽ വർദ്ധിക്കുകയാണ്. മിനിമം കൂലി ഇല്ലാതാവുകയാണ്. കേരളത്തിൽ 87 മേഖലകളിൽ മിനിമം കൂലിയുണ്ട്. ഈ പ്രശ്നം ആദ്യം വേജ് ബോർഡാണ് പാർലമെന്റ് മുന്നിൽ വരുന്നത്. ഈ 4 കോഡുകളിൽ ഈ വേജ് ബോർഡ് നിയമം പാർലമെന്റിൽ വന്നപ്പോൾ ലോകസഭയിൽ വോട്ടെടുപ്പ് നടന്നില്ല. ലോകസഭയിൽ ഇടതുപക്ഷ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് വളരെ ദുർബലമാണ്. പിന്നെ കുറച്ചുകൂടി മെച്ചപ്പെട്ടതല്ലേണ്ടത് രാജ്യസഭയിലാണ്. രാജ്യസഭയിൽ ഇവിടെ കേരളത്തിൽ നിന്നുള്ള MP സഖാവ് എളമരം കരീം ഉൾപ്പെടെ നടപടിക്ക് വിധേയമായി, സസ്പെൻഷന് വിധേയമായി. ഇതിനെതിർത്തതാണ് കാരണം. അതിനെതിരെയുള്ള പ്രതിഷേധമുയർത്തിയതാണ് കാരണം. എന്നാൽ ഏതെങ്കിലും ഒരു സഭയിൽ കോൺഗ്രസിന്റെ പ്രതിനിധികൾ, കേരളത്തിൽ നിന്ന് വലിയ എണ്ണമല്ലേ ലോകസഭയിലുള്ളത്, ഇടതുപക്ഷം തീരെയില്ല, അവിടെ ഈ പ്രശ്നങ്ങൾ ചർച്ചയ്ക്ക് വിധേയമായപ്പോൾ കോൺഗ്രസ് എടുത്ത നിലപാടെന്താ? ഈ നിയമത്തിനെതിരെ വോട്ട് ചെയ്തു. ഇതെല്ലാം ഇന്ന് സാമ്പത്തിക നയത്തിന്റെ പ്രശ്നങ്ങളിൽ അവർ സ്വീകരിക്കുന്ന നിലപാടിന്റെ ഭാഗമാണിത്. ലേബർ കോഡ് ഉൾപ്പെടെയുള്ള ലേബർ കോഡിനെതിരായി കേരളത്തിൽ വലിയ സമരം രൂപപ്പെട്ടു വന്നപ്പോൾ എന്താ ഇവിടെ കോൺഗ്രസ് എടുത്ത നിലപാട്? ഈ യോജിച്ച സമരത്തിൽ INTUC പങ്കെടുക്കാൻ പാടില്ല. സഹകരിക്കുന്ന പ്രവർത്തനങ്ങളിൽ INTUC ഉണ്ടാകാൻ പാടില്ല. INTUC പണിമുടക്കിയിട്ടുണ്ട്, STU പണിമുടക്കിയിട്ടുണ്ട്. പക്ഷേ ആ പണിമുടക്കിന് അടിസ്ഥാനമായ പ്രശ്നങ്ങൾ ഒന്നിച്ച് പ്രചരിപ്പിക്കാൻ INTUCയെയും STUവിനെയും കേരളത്തിൽ രാഷ്ട്രീയ കാരണങ്ങളാൽ മുടക്കി. അത് തൊഴിലാളി വർഗത്തിന്റെ യോജിപ്പിന് സഹായകരമാണ്. തൊഴിലാളികളെ മൊത്തം ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് അവർക്ക് മോചനം കിട്ടാൻ, അവർക്ക് രക്ഷ കിട്ടാൻ സഹായിക്കുന്ന നിലപാടാണ്. ഇവിടെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ ഇവിടെ സ്വീകരിക്കുന്ന നിലപാട് ഈ യോജിപ്പിന്റെ മേഖലയിലും കൊണ്ടുവരണമെന്ന്. INTUCയും STUയും ഭാവിയിൽ എന്ത് സ്വീകരിക്കും എന്നുള്ളത് നമുക്ക് കാണാം. ഈ ഫെബ്രുവരി മാസം 12-ാം തീയതി രാജ്യവ്യാപകമായി ഈ തൊഴിലാളി വിരുദ്ധ നീക്കത്തിനെതിരായി സമരം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. INTUC ഉൾപ്പെടെയുള്ള INTUC, AITUC, CITU ഉൾപ്പെടെയുള്ള ട്രേഡ് യൂണിയൻ സംഘടനകളുടെ യോജിച്ച വേദിയാണ് തീരുമാനിച്ചത്. ആ സമരത്തിന് ഇനിയും അത് ഫൈനലൈസ് ചെയ്ത് വരാനുണ്ട്. ലേബർ കോഡിനെതിരായിട്ടുള്ള രാജ്യവ്യാപകം നടക്കുന്ന ഈ സമരത്തിന് പിന്തുണ നൽകാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരെ ബാധിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിലപാട്. ഒന്നാം UPA ഗവൺമെന്റിന്റെ കാലത്ത് ദാരിദ്ര്യ ലഘൂകരണത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയത്. ഇപ്പോൾ എന്താ, കേന്ദ്ര ഗവൺമെന്റ് നിയമത്തിൽ തന്നെ ഭേദഗതി വരുത്തി, മാറ്റം വരുത്തി, പുതിയ നിയമമായി. ഇതിന് വരുന്ന ചെലവ് പൂർണ്ണമായിട്ടും കേന്ദ്ര ഗവൺമെന്റ് വഹിക്കുന്നതിന് പകരം ഇപ്പോൾ കൊണ്ടുവന്ന നിയമത്തിന്റെ ഭാഗമായി 60:40, 60 ഭാഗം കേന്ദ്രവും 40% കേരളം. ഈ നിലയിലാണ് ചെലവ് വഹിക്കുന്നതിനെ കുറിച്ച് യഥാർത്ഥത്തിൽ ഈ പദ്ധതി പൊളിയാൻ പോകും. ഇവിടെ ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അവർ ഉന്നയിക്കുന്ന ആവശ്യം, ഒരു ദിവസം ജോലി ചെയ്ത് കഴിഞ്ഞാൽ തൊഴിലാളികൾ ഉന്നയിക്കുന്ന 600 രൂപ കൂലി കിട്ടണം. ഒരു വർഷത്തിൽ 200 ദിവസം ജോലി കിട്ടണം. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല.
അപ്പം ഈ പ്രശ്നത്തിൽ ഈ പുതിയ നിയമം റദ്ദു ചെയ്യണം എന്ന ആവശ്യം രാജ്യത്താകമാനമുള്ള തൊഴിലാളികൾ ഉന്നയിച്ചിട്ടുണ്ട്. ആ നിലപാടിനോട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോജിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഈ പ്രശ്നങ്ങളെല്ലാം വെച്ച് കേന്ദ്രത്തിന്റെ ജനവിരുദ്ധ നയങ്ങൾ, ഇതുപോലുള്ള കരിനിയമങ്ങൾ, തൊഴിലാളി വിരുദ്ധ നിയമങ്ങൾ, വർഗീയവൽക്കരണത്തിന് വേണ്ടിയുള്ള കേന്ദ്രത്തിന്റെ നീക്കം, ഇത്തരം പ്രശ്നങ്ങളിൽ കേരള വ്യാപകമായി 3 പ്രചരണ ജാഥകൾ സംഘടിപ്പിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടുണ്ട്. ഈ 3 ജാഥകൾ, ഒന്ന് വടക്കൻ ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വടക്കൻ മേഖലാ ജാഥ, മറ്റൊന്ന് മധ്യമേഖലാ ജാഥ, തെക്കൻ മേഖലാ ജാഥ. ഇതിൽ ഈ ജാഥകൾ, ഇപ്പം വടക്കൻ മേഖലാ ജാഥയ്ക്ക് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ മാഷാണ് നേതൃത്വം നൽകുന്നത്. 60 മണ്ഡലങ്ങളിൽ ആ ജാഥ പര്യടനം നടത്തും. 60 അസംബ്ലി മണ്ഡലങ്ങളിൽ 15 ദിവസം പര്യടനം നടത്തും. ഒരു അസംബ്ലി മണ്ഡലം അടിസ്ഥാനത്തിൽ അസംബ്ലി മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ജാഥയ്ക്ക് സ്വീകരണം നൽകുന്നത്. തെക്കൻ മേഖലാ ജാഥ, ആ ജാഥ 4 ജില്ലകളിലാണ് പര്യടനം നടത്തുന്നത്. തൃശൂർ, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം. ഈ ജാഥ 47 മണ്ഡലങ്ങളിൽ 12 ദിവസം പര്യടനം നടത്തുന്നതിന് വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. മധ്യമേഖലാ ജാഥ എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ഈ 4 ജില്ലകളിലായി 33 മണ്ഡലങ്ങളിൽ പര്യടനം നടത്തും. ഈ മധ്യമേഖലാ ജാഥയ്ക്ക് നേതൃത്വം നൽകുന്നത് കേരള കോൺഗ്രസിന്റെ ചെയർമാൻ ശ്രീ ജോസ് കെ മാണിയാണ്. ഇതിൻ്റെ ഇടയിലുള്ള ഈ തിരുവനന്തപുരത്ത് സമാപിക്കുന്ന തെക്കൻ മേഖലാ ജാഥയ്ക്ക്, അതിൽ തൃശ്ശൂർ ഉൾപ്പെടെയുണ്ട്, നേതൃത്വം നൽകുന്നത് CPI-യുടെ സംസ്ഥാന സെക്രട്ടറി സഖാ ബിനോയ് വിശ്വമാണ്. ഈ ജാഥകളിലൂടെ കേരളത്തിലെ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ, കേന്ദ്രത്തിൻ്റെ പ്രതികാര നടപടികൾ, സാമ്പത്തികമായ വിരോധം, ഈ പ്രശ്നങ്ങളെല്ലാം ജനങ്ങളിൽ തുറന്നു കാണിക്കുന്നതിനും കേന്ദ്ര നയങ്ങൾക്കെതിരായ വലിയ ഭൂജന പ്രക്ഷോഭം ഉയർത്തുന്നതിൻ്റെയും കൂടി ഭാഗമാണ് ഈ ജാഥകളെല്ലാം. കേരളത്തിൽ എണ്ണമറ്റ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 9 വർഷക്കാലമായി നടപ്പിലാക്കിയിട്ടുണ്ട്. വികസന രംഗത്തും വൻതോതിലുള്ള മുന്നേറ്റം സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ വർഗീയതയുടെ ഭാഗമായി ജനങ്ങളെ ഭിന്നിപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അതിരൂക്ഷമായി കേരളത്തിൽ നിലനിൽക്കുകയും, അപ്പം ഈ കേന്ദ്രത്തിന്റെ ജനവിരുദ്ധ നടപടികൾ തുറന്നു കാണിക്കാനും കേരളത്തിന്റെ വികസനവും ജനക്ഷേമ നടപടികളും തുറന്നു കാണിക്കാനും വർഗീയത ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന നിലപാടിനെ, അതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാട് വിശദീകരിക്കുന്നതിനും വേണ്ടി ഈ ജാഥകളെ ഞങ്ങൾ ഉപയോഗിക്കുകയാണ്. ഈ മേഖലാതല ജാഥകൾ പര്യടനം നടത്തുന്നതിനോടൊപ്പം തന്നെ ഓരോ അസംബ്ലി മണ്ഡലങ്ങളിലും നിലവിൽ MLA-മാർ അസംബ്ലി മണ്ഡലങ്ങളിലുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA-മാരുടെ നേതൃത്വത്തിൽ, MLA-മാരില്ലാത്ത മണ്ഡലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഈ കാര്യങ്ങളെല്ലാം ജനങ്ങളിൽ വിശദീകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രചരണ പരിപാടിയും ഇതിന്റെ ഭാഗമായി തയ്യാറാക്കി. ഈ ജനുവരി മാസം 12-ാം തീയതി കേരളത്തിനെതിരായി കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന ഈ ഗൂഢനീക്കങ്ങൾക്കെതിരായി കേരളത്തിലെ മന്ത്രിമാരും MLA-മാരും ഇവിടെ തിരുവനന്തപുരത്ത് രക്തസാക്ഷി മണ്ഡപത്തിന്റെ മുമ്പിൽ പ്രതിഷേധ സമരം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്
ഈ സമരം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് കൂടുതൽ സാമ്പത്തിക ഉപരോധ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. 9267.67 കോടി രൂപ കേരളത്തിന് ലഭിക്കേണ്ടുന്ന തുക കേന്ദ്രം ഏകപക്ഷീയമായി വെട്ടിക്കുറച്ചിട്ടുണ്ട്. നെല്ല് സംഭരണത്തിനുള്ള ഇൻസെന്റീവ് വഴി 1334 കോടി രൂപ കേരളത്തിന് നൽകാൻ ബാക്കിയാണ്. SSA അതുവഴി നടത്തുന്ന പരിഷ്കരണ നടപടികൾ, വിദ്യാഭ്യാസ മേഖലയിൽ നടത്തുന്ന പരിഷ്കരണ നടപടികൾ, ഇതുവഴി കേന്ദ്രം കേരളത്തിന് നൽകേണ്ടത് 1066.36 കോടി രൂപയാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷനിലെ കേന്ദ്രവിഹിതം കേരളത്തിന് നൽകാൻ ബാക്കി നിൽക്കുന്നത് 341 കോടി രൂപയാണ്. ജലജീവൻ പദ്ധതി പ്രകാരം കേന്ദ്രവിഹിതം നൽകാൻ ബാക്കി നിൽക്കുന്നത് 650 കോടി രൂപയാണ്. തൊഴിലുറപ്പിന്റെ ഈ പുതിയ പരിഷ്കരണത്തിന്റെ ഭാഗമായി കേരളത്തിന് അധിക ബാധ്യതയായി വന്നിട്ടുള്ളത് 3544 കോടി രൂപയാണ്. ഇത്തരം ബാധ്യതകളെല്ലാം നിൽക്കുമ്പോൾ തന്നെ കേരളത്തിന് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചതിന് പുറമെ കേരളത്തിന് അർഹമായി ലഭിക്കേണ്ടുന്ന കുടിശ്ശിക 6947.36 കോടി രൂപയാണ്. 6947.36 കോടി. ഇത്തരം പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജനുവരി 12 ഇതിനോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ലേബർ കോഡിന്റെ പ്രശ്നമുണ്ട്, തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രശ്നമുണ്ട്, വർഗീയവൽക്കരണത്തിന്റെ പ്രശ്നമുണ്ട്. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ജനുവരി 12 മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരും MLA-മാരും രക്തസാക്ഷി മണ്ഡപത്തിന് മുമ്പിൽ സത്യഗ്രഹമിരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ സമരത്തിൽ LDF-ന്റെ നേതാക്കന്മാരെല്ലാം ആ സമരത്തെ അഭിവാദ്യം ചെയ്യും. ഇവിടെ തിരുവനന്തപുരം ജില്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പാർട്ടികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സഹായിക്കുന്ന പാർട്ടികളും അവരും വർഗബോജന സംഘടനകളും ഇവരെല്ലാം ചേർന്ന് പ്രകടനമായി വന്ന് ഈ സമരത്തെ അഭിവാദ്യം ചെയ്യുന്ന നടപടികളും ഇതിന്റെ ഭാഗമായി സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം രൂപപ്പെടുത്തുന്നതിനും ജനപങ്കാളിത്തത്തോടെ ഈ പരിപാടികൾ വിജയിപ്പിക്കുന്നതിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജില്ലാതല സമിതികളും അസംബ്ലി മണ്ഡലാടിസ്ഥാനത്തുള്ള കമ്മിറ്റികളും പഞ്ചായത്ത് തല കമ്മിറ്റികളും വരാനിരിക്കുന്ന ദിവസങ്ങളിൽ യോഗം ചേർന്ന് ഈ പരിപാടികളെല്ലാം വിജയിപ്പിക്കുന്നതിന് ആവശ്യമായ പരിപാടികൾ തയ്യാറാക്കുന്നതിനെ സംബന്ധിച്ചും ഇന്ന് ചേർന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പത്രപ്രവർത്തകരെന്നുള്ള നിലയിൽ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പറയുന്നത്, ലേബർ കോഡിന്റെ പ്രശ്നം നിങ്ങളെയും കൂടി ബാധിക്കുന്ന ഒരു വിഷയമാണ്. നിങ്ങൾ ഈ ലേബർ കോഡിന് എതിരായി വന്ന സമരങ്ങളിൽ നിങ്ങൾ പങ്കാളികളായിട്ടുണ്ട്, അഭിവാദ്യ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട്, സമരത്തെ അഭിവാദ്യം ചെയ്ത് ആ നിലയിൽ നിങ്ങൾ കഴിയാവുന്ന നിലയിൽ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വരാനിരിക്കുന്ന സന്ദർഭങ്ങളിലും ലേബർ കോഡിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നമുക്ക് ഒന്നിച്ചു നിൽക്കാൻ കഴിയണം. അതിന് സഹായകരമായ നിലപാട് നിങ്ങൾ സ്വീകരിക്കണം. ഈ സമരത്തെ ശക്തിപ്പെടുത്തുന്നതിന് സഹായകരമായ പ്രചാരവേലയും ഇടപെടലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഞാൻ അഭ്യർത്ഥിക്കാം. ഇതാണ് ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗം ചേർന്നെടുത്തിട്ടുള്ള തീരുമാനങ്ങൾ എന്നുള്ള നിലയ്ക്ക് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ പറയാനുള്ളത്. ഈ ശബരിമല ചർച്ച ചെയ്ത വിഷയമാണ്. അപ്പം അതിനകത്ത് എങ്ങനെയാണ് അതിനെ സ്പെസിഫിക് ആയിട്ട് ശബരിമല തിരിച്ചടി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഓക്കെ, ശബരിമല പ്രശ്നത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഗവൺമെന്റും ഓരോ ഘട്ടത്തിലും അതിന്റെ നിലപാട് വിശദീകരിച്ചിട്ടുണ്ട്. ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ടതായി കണക്കാക്കുന്ന സ്വർണം അത് തിരിച്ചു പിടിക്കണം എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ നിലപാട്. ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ നിലപാട്. ആരെങ്കിലും കുറ്റവാളികളുണ്ടെങ്കിൽ
ആ കുറ്റവാളികൾ ഒരാൾ പോലും രക്ഷപ്പെടാൻ പാടില്ല. അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കുക തന്നെ വേണം. ഇപ്പോൾ SITയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ആ അന്വേഷണത്തിൽ കേരള ഹൈക്കോടതി സംതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ അന്വേഷണ നടപടിയിൽ ഒരു ഇടപെടലും ഗവൺമെന്റ് നടത്തുന്നില്ല. ആ അന്വേഷണത്തെ ശക്തിപ്പെടുത്താൻ എത്രത്തോളം സഹായിക്കാൻ കഴിയുമോ ആ നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കുന്നത്. ഈ പ്രശ്നം തെറ്റായി വ്യാഖ്യാനിച്ച് എന്തോ ഇടതുപക്ഷക്കാരെല്ലാം വിശ്വാസത്തിനെതിരാണെന്നോ ശബരിമലക്കെതിരാണെന്നോ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള സംഘടിതമായ പ്രചാരം വരെയാണ് നടത്തിയത്. അതിന് വേറെ നിവൃത്തിയൊന്നുമില്ല. ഞങ്ങളുടെ കൈ ശുദ്ധമാണ്. ഇതിനകത്ത് എന്താണോ ഞങ്ങളുടെ നിലപാട് ആ നിലപാടിന് മാറ്റമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശബരിമല പ്രശ്നത്തിൽ, സ്വർണ്ണപ്പാളി പ്രശ്നത്തിൽ കുറ്റം ചെയ്തവരെ നിയമത്തുമ്പിൽ കൊണ്ടുവന്ന് അവർക്ക് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നിലപാടുകളും സ്വീകരിക്കുന്നുണ്ട്. തുടർന്നും ആ നിലപാടുമായിട്ട് മുമ്പോട്ട് പോകും. ഓരോ നടപടിയും എടുത്തു വരുന്ന സന്ദർഭങ്ങളിൽ അത് ബന്ധപ്പെട്ടവർക്കെല്ലാം ബോധ്യമാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇല്ല ഇല്ല ഞാൻ പറഞ്ഞല്ലോ, ശബരിമലയിൽ ഉണ്ടായ ഈ പ്രശ്നം, ഈ ശബരിമലയെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള വ്യാപകമായ കള്ളപ്രചാരകരെ നടന്നിട്ടുണ്ട്. അതൊക്കെ ചിലപ്പോൾ ജനങ്ങളെ സ്വാധീനിച്ചിട്ടൊക്കെ ഉണ്ടാവും. അതല്ല, അത് അങ്ങനെ നിങ്ങളുടെ ദയവ് ചോദിക്കല്ല. ഞാൻ ആലോചിച്ച വിവരല്ലേ ഇവിടെ പറഞ്ഞത്. അത് അങ്ങനെയെങ്കിലും പരിഗണിക്കുക, നിങ്ങൾ അംഗീകരിക്കുക. അല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞാൻ തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. അല്ല, അതല്ല, അത് മാത്രല്ല, അല്ല അല്ല ഞാനത് മാത്രമല്ല, ഞാൻ ആദ്യം തന്നെ തുടങ്ങിയത് എന്താ, പ്രതീക്ഷിച്ച ഫലം ലഭ്യമായില്ല. ഞാനിവിടെ മുമ്പും നിങ്ങളെ സമീപിച്ച സമയത്ത് എൻ്റെ നിലപാട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. LDF കൺവീനർ എന്നുള്ള നിലയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പ്രതീക്ഷിച്ച, ഞങ്ങൾ അതിനേക്കാൾ ഉയർന്ന് നല്ല വിജയം കൈവരിക്കാൻ കഴിയുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. ആ പ്രതീക്ഷിച്ച ഫലം തെരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ല. അത് എന്തുകൊണ്ടുണ്ടായില്ല എന്നുള്ളത് ഈ 2-3 വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. അത് ജനങ്ങളുടെ പ്രതികരണം എന്താണെന്നുള്ളത് ജനങ്ങളുമായി സംബന്ധിച്ച് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ജനങ്ങൾ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങളത് തിരുത്തുമെന്നാണ് പറഞ്ഞത്. അത് ജനങ്ങളാണ് ആ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യും നിലപാട്. അപ്പം ജനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ആവശ്യമായ തിരുത്തലുകൾ വരുത്തി മുമ്പോട്ട് പോവുക എന്നുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത്. ഒരു കാലത്തും തിരുത്തരുത് എന്ന് നിങ്ങൾ വാശി പിടിക്കരുത്. അല്ല, തന്ത്രി ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച വന്നിട്ടുണ്ടാകും എന്നുള്ളത് കൊണ്ടായിരിക്കുമല്ലോ അറസ്റ്റ് ചെയ്തിട്ടുണ്ടാകുക. അതിന്റെ വിശദാംശങ്ങൾ വരട്ടെ. വിശദാംശങ്ങൾ വിവരിച്ച് നമ്മൾ ഒരാളെ രക്ഷിക്കാനില്ല. വിശദാംശങ്ങൾ വരുന്ന സമയത്ത് എന്താണ് നിലപാട്. ഇപ്പം ഇനി ഇതിൽ ബന്ധപ്പെടുത്താവുന്ന തെറ്റുകാർ ആരൊക്കെ ഉണ്ടോ, ഒരാളെ അറസ്റ്റ് ചെയ്തു തൽക്കാലം കസ്റ്റഡിയിൽ വെച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം കുറ്റവാളിയാവുന്നില്ല. ഒരു കുറ്റവാളിയെ രക്ഷപ്പെടാൻ പാടില്ല. അത് ഈ അന്വേഷണ നടപടികളിലൂടെ, ഇവിടെ കുറെ പേരെ ഇതിനു മുമ്പ് തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ആ അന്വേഷണ നടപടികളിലൂടെ ഈ കാര്യങ്ങളെല്ലാം പുറത്തു വരട്ടെ. പുറത്തു വരുന്ന സമയത്ത് എന്താണ് എന്നുള്ളത് അത് സംബന്ധിച്ച് അപ്പോൾ നമുക്ക്